Hey all, this is Shibina Yomende. Welcome to How to Make It Easy. നിങ്ങൾ എല്ലാവരും ഭയങ്കര പേടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? തിങ്കളാഴ്ച മോഡൽ എക്സാം ആണ്. അപ്പോൾ 10ാം ക്ലാസ്സുകാരും +2കാരൊക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, നിങ്ങൾ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്നുള്ളതാണ്. മോഡൽ എക്സാം സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഒരു പ്രാക്ടീസ് ടെസ്റ്റ് മാത്രമാണ്. നിങ്ങളുടെ വരാൻ പോകുന്ന പബ്ലിക് എക്സാം നിങ്ങൾ എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയൊക്കെ എഴുതണം, ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സാമാണ് മോഡൽ എക്സാം. അതുകൊണ്ട് മോഡൽ എക്സാം ഞാൻ എങ്ങനെ എഴുതും, മോഡൽ എക്സാം എനിക്ക് എന്നും എഴുതാൻ പറ്റില്ലല്ലോ, ഞാനൊന്നും പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ മോഡൽ എക്സാമിന്റെ മാർക്കിനെ വെച്ചിട്ട് ആരും നിങ്ങളെ കമ്പയർ ചെയ്യാനോ ഈ ഗ്രേഡ്സ് നിങ്ങളുടെ മെയിൻ ഗ്രേഡിലേക്ക് ഒന്നും ബാധിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ ഈ പഠിക്കുന്ന സമയം വെറുതെ കളയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിട്ട് എല്ലാ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സ് കാണാൻ പറ്റും, മോഡൽ എക്സാമിന് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പ്രഷറാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് മാത്രമാണ്. നിങ്ങൾ ഇതിന് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കും, നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ള സമയം കൂടിയാണ് കളയുന്നതെന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ മോഡൽ എക്സാമിന് പഠിക്കേണ്ടെന്നോ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട എന്നൊന്നുമല്ല. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മോഡൽ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തെറ്റുകൾ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ ഞാൻ കുറച്ചുകൂടി പഠിക്കണം, ഈ ഏരിയ ഞാൻ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം, കുറച്ചുകൂടി സ്പീഡിൽ ഞാൻ എഴുതാൻ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മാർക്ക് കുറഞ്ഞെന്ന് വെച്ചിട്ടോ പഠിച്ചില്ല എന്ന് വെച്ചിട്ടോ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഈ സമയം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം മോഡൽ എക്സാം ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും വേണ്ട. അപ്പോൾ തിങ്കളാഴ്ചയാണല്ലോ മോഡൽ എക്സാം, ഞാൻ എങ്ങനെ പോകും, ഒന്നും പഠിച്ച് തീർന്നിട്ടില്ല, ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സമയം മോഡൽ എക്സാമിന് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ എക്സാമിന് നിങ്ങൾ എന്തിനാണ് സ്ട്രെസ്ഡ് ആവുന്നത്? നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും ഔട്ട് ഓഫ് സിലബസ് ഒന്നും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് മാക്സിമം മാർക്ക് തരാനാണ് എല്ലാവരും നോക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് എഴുതിയാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ എക്സാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കിയൊക്കെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ മോഡൽ എക്സാമിന്റെ പേപ്പർ പോലും ചിലപ്പോൾ ആരും നിങ്ങൾക്ക് തരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഭയങ്കര പ്രഷർ കയറ്റി പബ്ലിക് എക്സാമിന് ഒന്നും പഠിക്കാൻ പറ്റാത്ത ആവരുത്. ഇനി ചിലപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ പല സാധനങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, പല കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പബ്ലിക് എക്സാം ടഫാവും എന്നൊന്നുമല്ല. ആ ടഫായിട്ടുള്ള കാര്യം നിങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചിട്ട് പബ്ലിക് എക്സാമിന് പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മോഡൽ എക്സാം വെച്ചിട്ട് ആരും നിങ്ങളെ ഒന്നും ചെയ്യാൻ വേണ്ടി പോണില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് പോയിട്ട് മോഡൽ എക്സാം എഴുതാൻ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് അത്ര മാത്രം കണ്ടാൽ മതി. മോഡൽ എക്സാമിന് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ ഏതൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം കാണാം. ആരും ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഈ സമയം വെറുതെ കളയരുത്. ഈ സമയം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മോഡൽ എക്സാം ആരും അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. മോഡൽ എക്സാം ജസ്റ്റ് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് എഴുതി നോക്കുക, എന്തൊക്കെ അറിയാത്തതൊക്കെ ഒന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മോഡൽ എക്സാം ഒക്കെ പറ്റുന്ന പോലെ നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതുക, പബ്ലിക് എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക കേട്ടോ.